എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിതാ കപ്പപ്പൊടി കൊണ്ടുള്ള ഒരു ഐറ്റമാണ് കാണിക്കുന്നത്. ഇത് പച്ചക്കപ്പ വാട്ടാതെ പച്ചയ്ക്ക് നമ്മൾ വെയിലത്തിട്ട് ഉണങ്ങി പൊടിച്ച പൊടിയാണ്. അങ്ങനെ പച്ചയ്ക്ക് ഉണങ്ങി വരുമ്പോൾ അതിന് വെള്ളുകപ്പ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പഴയ കാലത്തെ ഒരു ഓർമ്മ വെച്ചാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ കപ്പപ്പൊടി ധാരാളം കുറുക്കി കഴിച്ചിട്ടുണ്ട്. കാരണം അന്ന് ദാരിദ്ര്യം കൊണ്ട് ഒന്നും കഴിക്കാനില്ലാത്തതുകൊണ്ട് പഞ്ഞമായതുകൊണ്ട് ഇങ്ങനെ കപ്പ കുറുക്കി പന കുറുക്കിയൊക്കെയാണ് അന്ന് ആളുകൾ കഴിച്ചുകൊണ്ടിരുന്നത്. അന്നത് സാമ്പത്തികമോ ഒന്നും നോക്കിയല്ല, അന്ന് ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഇങ്ങനെ ധാരാളം കപ്പ കുറുക്കിയും പന കുറുക്കിയും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അതിനായിട്ടത് കുറച്ച് വെള്ളം ഞാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ കപ്പപ്പൊടി ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. ആ വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി ലൂസാക്കി എടുക്കുക. അത് കുറച്ച് വെള്ളം അധികം ആയാലും ഒന്നും ഒരു കുഴപ്പമില്ല. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ വെള്ളത്തിലൊഴിച്ച് ഇത് കുറുക്കുവാണ്. അതുകൊണ്ട് നമ്മൾ ഈ പൊടി നേരിട്ട് വെള്ളത്തിലോട്ട് ഇടരുത്, ഇതുപോലെ കലക്കിയിട്ട് വേണം ഇടാൻ. ഇപ്പോൾ വെള്ളം നന്നായിട്ടും ചൂടായിട്ടുണ്ട്. അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഒന്ന് ഇളക്കുക. എല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കപ്പ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പം ഒഴിക്കുന്ന അനുസരിച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കും. അങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ ഇങ്ങനെ ഇളക്കി ഇത് നമ്മുടെ കൈ കൊണ്ട് നമുക്ക് എടുത്ത് കഴിക്കാൻ പാകത്തിന് കുറുകി വരുമ്പം നമുക്കിത് വാങ്ങണം. കാരണം ഇത് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. അത് കുറുകി കുറച്ച് കട്ടിയായി വരുന്ന സമയത്ത് വേണം ഇത് വാങ്ങാൻ. ഇതുപോലെ നിങ്ങൾ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ധാരാളം പഴയ കാലത്ത് എന്തായാലും ഒരു 50 വർഷത്തിന് മുമ്പുള്ളവർ ഇത് കഴിച്ചിട്ടുണ്ടാകും തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത് പാകത്തിന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, കുറുകി വന്നത് കണ്ടോ? ഈ പാകമാകുമ്പോഴാണ് നമ്മളിത് ഇനി വാങ്ങി വെക്കും. വാങ്ങി വെച്ചതിന് ശേഷം അമ്മയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് വാഴയിലയോ തേക്കലയോ എടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്കിത് കോരിയിട്ടിട്ട് കഴിച്ചോ പിള്ളേരെ എന്നും പറഞ്ഞുകൊണ്ട് തരും. അങ്ങനെയായിരുന്നു. അതിനുള്ള കറി എന്താണെന്ന് വെച്ചാൽ ചെമ്മീൻ ചമ്മന്തിയാണ് സാധാരണയായി ചെയ്യാറുള്ളത്. വേറെ കറി വയ്ക്കാനൊന്നും കാണിയല്ല. അതുകൊണ്ട് ചെമ്മീൻ വറുത്തേച്ച് ചമ്മന്തി അരച്ച് തരും. നമുക്ക് ദോശയ്ക്കൊക്കെ ചമ്മന്തി അരക്കിയാലേ അതുപോലെ ചമ്മന്തി അരച്ച് തരും. കുറച്ച് ചെമ്മീൻ വറുക്കുക, കുറച്ച് മുളക് അടുപ്പിലിട്ട് ചുട്ടെടുക്കും. എന്നിട്ട് ആ ചെമ്മീനും മുളകും കൂടെയാണ് ഇന്നിപ്പം ഞാൻ സ്റ്റൗവേ വെച്ചാണ് ചുട്ടെടുക്കുന്നത്, അടുപ്പിലല്ല. ഇങ്ങനെ മുളക് ചുട്ടത് വെച്ചരച്ചാലാണ് ആ ചമ്മന്തിക്ക് ഒരു സ്വാദ് വരുള്ളൂ. മുളക് വറുത്തല്ലെടുക്കാറുള്ളത്, ഇങ്ങനെ ചുട്ടെടുക്കും. എന്നിട്ട് കുറച്ച് തേങ്ങായും ഒരു നെല്ലിക്ക മുഴുപ്പിലുള്ള പുളിയും ഒരു 3-4 ചുവന്നുള്ളിയും ചെമ്മീനും ഉപ്പ് വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ നന്നായിട്ട് അരകല്ലേ വെച്ചാണ് അന്ന് അരച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിനകത്ത് ഇട്ടാണ് അരയ്ക്കുന്നത്. നന്നായിട്ട് അരയ്ക്കുമ്പം അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കും. എന്നിട്ട് ഈ അരച്ചത് എന്താ എന്ന് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ദോശയുടെ ചമ്മന്തി പോലെ തന്നെ കലക്കിയെടുക്കുമായിരുന്നു അന്ന്. പക്ഷേ ഇന്ന് ഞാനിത് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചാണ് ഞാനിത് കലക്കിയത്. ഈ ചമ്മന്തിയും കൂട്ടി ധാരാളം പണ്ട് കഴിച്ചിട്ടുണ്ട്. കാരണം അന്ന് വേറെ ഒന്നും കഴിക്കാനില്ല. കപ്പ കുറുക്കിയത്, പന കുറുക്കിയത്, അല്ലെ കപ്പ തിളപ്പിച്ച് തിന്നുക, അങ്ങനെയൊക്കെയാണ്. കപ്പയായിരുന്നു അന്ന് പണ്ട് കൂടുതലും നമുക്ക് കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. ഈ പാകത്തിനാണ് ചമ്മന്തി എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ കപ്പ കുറുക്കിയത് നോക്കാം. അപ്പം കണ്ടോ, കട്ടയായിട്ട് പാകത്തിന് വെള്ളമൊക്കെ ആയിട്ട് ഇത് കൈ കൊണ്ടാണ് എല്ലാവരും എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നത്. സ്പൂണ് കൊണ്ടൊന്നുമല്ല. അത് വാഴയില കൊണ്ട് വെച്ചിട്ട് നല്ല തേക്കലയായിരിക്കും. അതിലോട്ട് കോരിയിട്ട് തന്നിട്ട് പറയും, അമ്മ പറയും കഴിച്ചോ മക്കളെ എന്ന് പറയും. അങ്ങനെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചമ്മന്തിയും കൂടി ഒഴിച്ച് തരും. അപ്പോൾ നിങ്ങൾ പഴയ കാലത്തുള്ളവർ ഇത് കഴിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കഴിച്ച് ഇന്നത്തെ പിള്ളേർക്ക് ഇതറിയത്തില്ല, ഇതിങ്ങനെ കണ്ടിട്ടില്ല. അവർ കപ്പ പുഴുങ്ങി കഴിക്കുന്നതൊക്കെ അവർക്കറിയാം. പക്ഷേ ഇതുപോലെ
കപ്പ കുറുക്കി ഒരു പിള്ളേരും ഇന്നത്തെ കഴിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്താണെന്ന് പോലും അവർക്കറിയത്തില്ലായിരിക്കും. കണ്ടോ, ഇതുപോലെ കുറച്ച് കട്ടിയായിരുന്നാലേ കൈ കൊണ്ടിങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെയാണ് ചമ്മന്തി ഒഴിച്ച് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു പഴയകാല ഓർമ്മ വെച്ച് ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. താങ്ക് യു.